പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീട് ഇപ്പോൾ യൂത്ത് ലീഗ് നേതാക്കൾ സന്ദർശിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഇക്ബാൽ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സാന്ത്വനമേകുക എന്നത് തന്നെയാണ് നേതാക്കൾ ഇപ്പോൾ സന്ദർശനം തുടരുന്നു. 4 കുട്ടികളുടെയും വീടുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, അല്പസമയം മുമ്പാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറയിൽ തങ്ങളുടെ നേതൃത്വത്തിൽ ഉള്ള യൂത്ത് ലീഗ് ഭാരവാഹികൾ ഇവിടെ പനയമ്പാടത്ത് വാഹനാപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി എത്തിയത്. ആദ്യം ആയിഷയുടെ വീട് സന്ദർശിച്ചു. ഇപ്പോൾ റിദ ഫാത്തിമയുടെ വീട്ടിലാണ് മുനവറയിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരിക്കുന്നത്. അവരുടെ കുടുംബവുമായി സംസാരിച്ചു. അതിനുശേഷം പ്രാർത്ഥന ചടങ്ങുകൾ നടന്നു. അതിനുശേഷം ഇപ്പോൾ അടുത്ത കുട്ടിയുടെ വീടായ ഇർഫാനയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മുനവറയിൽ തങ്ങളും അതുപോലെ തന്നെ മറ്റ് യൂത്ത് ലീഗ് ഭാരവാഹികളും പോവുകയാണ്. ഇവിടെ എത്തി റിദ ഫാത്തിമയുടെ ബന്ധുക്കളും കണ്ടിരുന്നു. അതിനുശേഷം അവരെ ആശ്വസിപ്പിച്ച ശേഷം പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുനവറയിൽ തങ്ങളും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ മറ്റ് ഭാരവാഹികളും ഇപ്പോൾ ഇർഫാന ഷെറിൻ്റെ വീട്ടിലേക്ക് കൂടി ഇപ്പോൾ നീങ്ങുന്നു. അതിനുശേഷം നിദ ഫാത്തിമയുടെ വീട്ടിലേക്കും എത്തും. അവിടെ എത്തി അവരുടെ ബന്ധുക്കളെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ച ശേഷമായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുന്നവറിയിൽ തങ്ങൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തങ്ങളെ വല്ലാത്തൊരു വേർപാടാണ് ഉണ്ടായത്. അതെ, ഓരോ വീടുകളിലേക്ക് അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയാണ്. അതെ, വളരെയധികം ദുഃഖകരമായ അവസ്ഥയാണ്. കാരണം വളരെ നടുക്കത്തോടു കൂടിയാണ് കേരളം ആ വാർത്ത കേട്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ, അവർ ഒരുമിച്ചുള്ള ഒരു മരണം, അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത്രയധികം ആഘാതത്തോടു കൂടിയാണ് ഈ നാട് ആ വാർത്ത കേട്ടത്. ആ കുടുംബത്തിലെ ഓരോ ആളുകളെയും ഞാൻ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടത്തേക്ക് അവസ്ഥകൾ വളരെ പ്രയാസമാണ്. അവരുടെ മാനസിക അവസ്ഥ വളരെയധികം വ്യത്യസ്തമാണ്. അവരുടെ ഉമ്മയും ഉപ്പയൊക്കെ അതൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നൽകുമെന്ന് അറിയിച്ചിരുന്നു സർക്കാർ, പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള അത് തീർച്ചയായും ഗവൺമെൻറ് അത് പ്രഖ്യാപിക്കേണ്ടതാണ്. ഉടനെ അത് പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. മുസ്ലിം ലീഗ് പാർട്ടി ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ ജനറൽ സെക്രട്ടറി PM.S. സലാം ഇന്നലെ ആ കാര്യം ഉണർത്തിയിരുന്നു. ലീഗിൻ്റെ നേതാക്കൾ സാദിഖ് ഋഷിയാബ്ദും കുഞ്ഞനൂർ സാഹിബൊക്കെ മരിച്ച അന്ന് തന്നെ വന്നിരുന്നു. എങ്കിലും ഇത് സമീപകാലത്ത് ഇവിടെ ഒരുപാട് റോഡ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കോന്നിയിലും അവിടെ ഉണ്ടായ 4 പേര് മരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു അശാസ്ത്രീയപരമായ നിർമ്മാണം, അതാണ് ഈ നാഷണൽ ഹൈവേയിലൊക്കെ കണ്ടുവരുന്നത്. അവിടെയാണ് കൂടുതൽ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി സർവേ നടത്തി അതിനുള്ള ശാശ്വത പരിഹാരം നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അത് നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. യൂത്ത് ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിരുന്നു. യൂത്ത് ലീഗ് നേതാക്കളൊക്കെ ഇവിടെ ഗഫൂർ അടക്കമുള്ള നേതാക്കളുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിന് ഒരു സമ്മർദ്ദ നിലക്ക് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അപകടം നടന്നു, മരണപ്പെട്ടു. അപ്പോൾ റിതമോളുടെ കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു കുടുംബമില്ലാത്തൊരു സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയവർക്ക് ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം യഥാർത്ഥമാക്കാനാണ്. തീർച്ചയായും ഇപ്പം ഇത് ഒരു അപകടം അറിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ ഇതുവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അതില്ലെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് അതിനൊരു പരിഹാരം കാണണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മുനവറയിൽ തങ്ങളും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഗവൺമെൻറ് ഏറ്റെടുത്തില്ലെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കും. അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കും. ആരും ചെയ്തില്ലെങ്കിൽ റിതമോളുടെ ഈ വീടുമായി കാര്യങ്ങൾ ചെയ്തെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അങ്ങനെ ഇൻ കേസ് അത് നടക്കാതെ വന്നാൽ ഞങ്ങളത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രമത്തിലേക്ക് ശ്രമം അത് ഇവിടെ പ്രയാസപ്പെടുകയാണെങ്കിൽ ഇത് ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും. കുടുംബത്തിന് ആശ്വാസകരമാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം.
ഇപ്പോൾ റിദ ഫാത്തിമയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാമെന്ന ചില ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മുനവറിൽ തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആയിഷയുടെയും റിദ ഫാത്തിമയുടെയും വീട് മുനവറിൽ തങ്ങളുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് ഇപ്പോൾ ഇർഫാന ഷെറിൻ്റെ വീട്ടിലേക്കാണ് യൂത്ത് ലീഗ് ഭാരവാഹികൾ പോകുന്നത്. അതിനുശേഷം നിദ ഫാത്തിമയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ അവരുടെ വീട്ടിലേക്ക് നേരിട്ടെത്തി കാണുമെന്നാണ് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് മുനവറിൽ തങ്ങളും യൂത്ത് ലീഗ് ഭാരവാഹികളും ഈ പനയമ്പാടത്ത് ഈ അപകടം സംഭവിച്ച ഭാഗത്തേക്കും അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ വീടുകളിലേക്കും എത്തിയിട്ടുള്ളത്. വിനീത. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.